കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് ഹീറോയിൻ്റെ ഷോൾഡറിൽ കിടന്നുറങ്ങുന്ന ഹീറോയിനെ കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ രാവിലെ ഹീറോയിൻ എണീറ്റ് ഹീറോയെ അന്വേഷിക്കുകയാണ്. അപ്പോൾ റാൻഡി പറയും ഹീറോ ക്ലബ്ബിൽ പോയെന്ന്. അങ്ങനെ ഹീറോയിനും ക്ലബ്ബിൽ പോകും. എന്നിട്ട് ഹീറോയെ വഴക്ക് പറയും. നീ എന്തോ വിചാരിച്ചിരിക്കുക, ആ വെബ്സൈറ്റ് കാരണം ആ കമ്പനിക്ക് ഒരു പ്രോഫിറ്റും കിട്ടൂലെന്ന് അറിഞ്ഞിട്ടും നീ ഞങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച്, അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടാണ് ആ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത്. നീ മുന്നേ ആ വെബ്സൈറ്റ് കാരണം പ്രോഫിറ്റ് കിട്ടൂലെന്ന് പറഞ്ഞാൽ ഞങ്ങളും ഇത്ര കഷ്ടപ്പെടൂലല്ലോ എന്ന് ഹീറോയിൻ ഇവൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഇവൻ ഇവളടുത്ത് പറയും, ഞാൻ ആ കാര്യം നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾ നല്ല രീതിക്ക് വർക്ക് ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് പൈസയുടെ വാല്യൂ അറിഞ്ഞൂടാ. റാൻഡിയുടെ മ്യൂസിക് ബാൻഡിന് ഞാനാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ പൈസ ആവശ്യമാണ്. നമ്മുടെ കോളേജിലുള്ള ലാപ്ടോപ്പൊക്കെക്കാട്ടിലും നമ്മുടെ ക്ലബ്ബിലെ ലാപ്ടോപ്പ് ഫാസ്റ്റായി വർക്ക് ചെയ്യുന്നത് ഞാൻ കാരണമാണ്. അങ്ങനെ ഇവൻ ഇതും പറഞ്ഞ് അവിടെ നിന്ന് പോകും. എന്നാൽ ഹീറോയിൻ വന്നിട്ട് അവനെ പുറകിൽ നിന്ന് തള്ളും. അപ്പോൾ ഇവനും ഇവളെ അടിക്കാൻ വരും. എന്നാൽ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോകും. നെക്സ്റ്റ് സീനിൽ ഗാവോയും ഹീറോയിനെയും ഹീറോ മലയുടെ പുറത്ത് വരാൻ പറയും. എന്തോ ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ്. അങ്ങനെ ഇവരും കഷ്ടപ്പെട്ട് മല കയറി മുകളിൽ വരും. എന്നാൽ ഹീറോ അവിടെ ഒരു ടയേർഡും ഇല്ലാതെ ഫ്രഷ് ആയിരിക്കും. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, നീ എങ്ങനെ ഇത്ര ഫ്രഷ് ആയിരിക്കുന്നത്? ഞങ്ങൾ വരെ 2 കിലോമീറ്റർ നടന്നാണ് ഇവിടെ വന്നേന്ന്. അതിന് ഹീറോ പറയും, എന്തിന് 2 കിലോമീറ്റർ നടന്നു വന്ന്? ഇവിടെ കേബിൾ കാർ ഉണ്ട്, അതിൽ വരാമല്ലോന്ന്. അപ്പോൾ ഇവൾ ചോദിക്കും, എന്തിനാ ഇവരുടെ അടുത്ത് ഇവിടെ വരാൻ പറഞ്ഞതെന്ന്. ഹീറോ ആണെങ്കിൽ ഇവരെ വിളിച്ചത് അവൻ്റെ കൂടെ ആപ്പിൻ്റെ വർക്ക് ചെയ്യാനാണ്. അങ്ങനെ ഇവരും ഹെൽപ്പ് ചെയ്യാണ് ആ ആപ്പിന് വേണ്ടി. കുറച്ച് കഴിഞ്ഞ് ഇവർ 3 പേരും ഒരു സെൽഫി എടുക്കും. സെൽഫി എടുത്ത് കഴിഞ്ഞിട്ട് ഹീറോയിനെ തന്നെ നോക്കി നിൽക്കും. അപ്പോൾ ഇവൾ ചോദിക്കും, എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്ന്. അപ്പോൾ ഇവൻ പറയും, എന്താ ഇപ്പോൾ നോക്കിയ എന്നും പറഞ്ഞ് ഇവൻ തിരിഞ്ഞു നിൽക്കും. അപ്പോൾ ഹീറോയിൻ ഇവൻ്റെ അടുത്ത് പോയി ഒരു സെൽഫി എടുക്കും. എന്നിട്ട് ആ ഒരു സെൽഫി കടയിൽ കൊണ്ടുപോയി ഫോട്ടോയായി മാറ്റും. അടുത്ത ദിവസം ഹീറോയിൻ കോളേജിൽ പോവുകയാണ്. അപ്പോൾ അവിടെ ഷെങ്ങിൻ്റെ കാർ ഇവൾ കാണും. അപ്പോൾ ഇവൾ വിചാരിക്കും, എന്തിനായിരിക്കും പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് ഷെങ് അവിടെ വന്നേന്ന്. ഇതേ സമയം ഷെങ് ഹീറോയിൻ്റെ അടുത്ത് പോയി വഴക്ക് പറയാണ്. നിങ്ങൾ ചെയ്തു തന്ന വെബ്സൈറ്റ് ബ്ലൂ ക്രൗൺസ് കമ്പനിക്കാർ ചെക്ക് ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റ് റിജക്റ്റ് ചെയ്തു, പ്രോഫിറ്റ് കിട്ടൂലെന്നും പറഞ്ഞ്. നീ എന്തോ അവരുടെ അടുത്ത് പറഞ്ഞെന്ന്, ഏതോ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കാമെന്ന്. എന്തുകൊണ്ട് അത് എൻ്റെ അടുത്ത് പറഞ്ഞില്ല? അപ്പോൾ ഹീറോ പറയും, ഞങ്ങൾ എന്തിനാ അതൊക്കെ നിങ്ങളടുത്ത് പറയണം? ഞങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നല്ലോ, അതോടെ എല്ലാം അവിടെ അവസാനിച്ച്. അപ്പോൾ ഷെങ് ഇവനെ പേടിപ്പിക്കും, ആ ആപ്പ് എനിക്ക് തന്നോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുന്നു. അപ്പോൾ ഹീറോ, നീ എന്ത് വേണേലും ചെയ്തോന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പോൾ ഷെങ് പറയും, നിന്നെ പറ്റി എനിക്കെല്ലാം അറിയാം. നിൻ്റെ അമ്മയും അച്ഛനും ഒരുപാട് കഷ്ടത്തിലാണല്ലോ. ഞാൻ നിൻ്റെ സ്കൂൾ റെക്കോർഡ്സ് ചെക്ക് ചെയ്ത്, നീ മാർക്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണല്ലോ റെക്കോർഡിൽ കാണിക്കുന്നത്. എന്നാൽ നീ ഈ കോളേജിൽ ഒരു ടോപ്പർ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരിക്കുന്നു. എന്നാൽ സ്കൂളിൽ ചീറ്റ് ചെയ്ത കാര്യം പുറത്തറിഞ്ഞാൽ എന്തോ നടക്കുമെന്ന് അറിയാമല്ലോ എന്ന് ഷെങ് അവൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഹീറോയും പറയും, നീ അതൊക്കെ പറ, അപ്പം മനസ്സിലാവും എന്താ യഥാർത്ഥത്തിൽ നടന്നതെന്ന്. ഞാൻ ഒരു തെറ്റും ചെയ്തില്ലെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. എന്നാൽ ഹീറോയിൻ ആണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനും ഇത് കേട്ട് അപ്സെറ്റായ റാൻഡിയുടെ പ്ലേസിൽ പോയി ഡ്രിങ്ക് ചെയ്യും. അപ്പോൾ റാൻഡിയുടെ കൂടെ പാട്ട് പാടാൻ നിൽക്കുന്ന പയ്യൻ പറയും, നോക്ക് നിൻ്റെ ഫ്രണ്ട് എത്രത്തോളം കുടിക്കണേന്ന്. അപ്പോൾ റാൻഡി ഇവളടുത്ത് ചോദിക്കും, എന്തിനാ എത്രയും കുടിക്കണേന്ന്. അപ്പോൾ ഹീറോയിൻ ഇവളടുത്ത് പറയും, ഹീറോയെ കാണുമ്പോൾ പാവം തോന്നും, അവൻ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് അവനെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന്. എന്നാൽ റാൻഡിക്ക് ഇവള് ഡ്രിങ്ക് ചെയ്തിട്ട് പറയണോണ്ട് തന്നെ ഒന്നും മനസ്സിലാവൂല. അടുത്ത ദിവസം ഹീറോയിൻ ഷെങ്ങിൻ്റെ ഓഫീസിൽ പോകും. എന്നിട്ട് ഹീറോയിൻ പറയും, ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്ന്. അപ്പോൾ ഷെങ്ങും ഇവളടുത്ത് ജോയിൻ ചെയ്യാൻ പറയും. ഷെങ്ങിൻ്റെ കമ്പനിയിലുള്ളവർ ഹീറോ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പ് പോലെ ഇവരും ക്രിയേറ്റ് ചെയ്യുകയാണ് ബ്ലൂ ക്രൗൺസ് കമ്പനിക്ക് കൊടുക്കുക. ഷെങ് ഹീറോയിനെ നല്ല ടോർച്ചർ ചെയ്യാം ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ്. എന്നിട്ട് ഷെങ് ആണെങ്കിൽ ഹീറോ അടുത്ത് പോയി പറയും, ഹീറോയിൻ ഇവരുടെ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്തെന്ന്. ഹീറോ ആണെങ്കിൽ ഇവളെ വഴക്ക് പറയും, നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനല്ലേ ആ കമ്പനിയിൽ പോയേ, ഷെങ് ഇതറിഞ്ഞാൽ എന്തോ ചെയ്യുന്നു അറിയാമോ എന്ന്. അപ്പോൾ ഹീറോയിൻ പറയും, നീ എന്താ പറയാ, ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നുമല്ല ആ കമ്പനിയിൽ പോയേ, ഞാൻ പൈസയ്ക്ക് വേണ്ടിയാണ് ആ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ഹീറോ പറയും, നീ കള്ളം പറയുന്നത് നിർത്തിയിട്ട് വീണ്ടും നമ്മുടെ ക്ലബ്ബിൽ വന്ന് ജോയിൻ ചെയ്യാൻ. അതിന് ഇവള് പറയും, നീ എന്തിനാ എന്നെ ക്ലബ്ബിൽ വീണ്ടും വിളിക്കുന്നത്? നമ്മൾ വേറെ ക്ലാസ്മേറ്റ് ആണ്, അല്ലാതെ വേറെ റിലേഷൻ ഒന്നുമില്ല, എനിക്ക് ക്ലബ്ബിൽ വരാൻ പറ്റൂലെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഹീറോയും അതിനൊന്നും പറയാതെ അവൾ പോകുന്ന നോക്കിക്കൊണ്ട് നിൽക്കും. അടുത്ത ദിവസം ഹീറോ റാൻഡിയെ പോയി മീറ്റ് ചെയ്യാണ്. അപ്പോൾ റാൻഡി ഹീറോയിൻ അന്ന് ഡ്രിങ്ക് ചെയ്തിട്ട് ഇവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യമൊക്കെ പറയും. അപ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാവും ഇവനെ ഹെൽപ്പ് ചെയ്യാനാണ് ഹീറോയിൻ ഷെങ്ങിൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തതെന്ന്. ഇത് കേട്ടിട്ട് ഹീറോയിനെ മീറ്റ് ചെയ്യാൻ പോകും. എന്നിട്ട് അവളുടെ അടുത്ത് പറയും, ഞാൻ അന്ന് ഷെങ്ങിൻ്റെ കൂടെ സംസാരിച്ച് നീ കേട്ടല്ലേ, അതുകൊണ്ടല്ലേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഷെങ്ങിൻ്റെ കമ്പനിയിൽ നീ ജോയിൻ ചെയ്തതെന്ന്. അപ്പോൾ ഹീറോയിൻ പറയും, നീ ഓവറായിട്ട് ഒന്നും തിങ്ക് ചെയ്യേണ്ട, അങ്ങനെ ഒന്നുമില്ലെന്നും പറഞ്ഞ് ഷെങ്ങിൻ്റെ കമ്പനിയിൽ പോകും. അവിടെ വന്നിട്ട് ഹീറോയിൻ ക്രിയേറ്റ് ചെയ്ത ആപ്പ് ബ്ലൂ ക്രൗൺസ് കമ്പനിക്കാരെ റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഷെങ് ദേഷ്യത്തിൽ അവിടെ വന്ന് ഹീറോയിൻ്റെ മുഖത്ത് വെള്ളം ഒഴിക്കും. എന്നിട്ട് ഷെങ് ഇവളെ വഴക്ക് പറയും, നീ മനഃപൂർവ്വം അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തേ, ഇതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ലോസ് ആയെന്നും പറഞ്ഞ് നേരെ കോളേജിൽ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് വന്ന് പറയും ഹീറോയിനെ ആ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ. ഈ ഒരു കാര്യം ഹീറോയും അറിയും. അങ്ങനെ ഇവനാണെങ്കിൽ ഷെങ്ങിൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പോയി ചോദിക്കും, നീ അല്ലേ ഹീറോയിനെ ഒറ്റ
എന്ന്. അപ്പോൾ ഇവനും പറയും ഞാനാ ഈ കാര്യം ഷെങ്ങിൻ്റെ അടുത്ത് പറഞ്ഞു, കാരണം ഷെങ് എനിക്ക് പെർമനൻ്റായി ജോലി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോ ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയും, ഹീറോൻ്റെ അടുത്ത് പോയി സോറി ചോദിക്കുക, നീ കാരണമാണ് അവൾക്ക് ഇപ്പോൾ ഇത്രയും പ്രോബ്ലം ആയെന്ന്. എന്നിട്ട് ഹീറോ അവൻ ക്രിയേറ്റ് ചെയ്ത ആപ്പ് ഷെങ്ങിൻ്റെ അടുത്ത് വന്ന് കൊടുക്കും. എന്നിട്ട് ഇവൻ പറയും, ഹീറോയിനൊന്നും ചെയ്യരുതെന്ന്, നീ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും നിനക്ക് ഒരു ദിവസം കിട്ടുമെന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകും. നെക്സ്റ്റ് സീനിൽ ഹീറോയെ കാണാൻ വരും. എന്നിട്ട് ഇവൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിന് ഷെങ്ങിന് ആപ്പ് കൊടുത്തേന്ന്. അപ്പോൾ ഇവൻ വീണ്ടും ചോദിക്കും, അന്ന് ഞാനും ഷെങ്ങും സംസാരിച്ച നീ കേട്ടല്ലോ എന്ന്. അപ്പോൾ ഇവളും പറയും, കേട്ടെന്ന്. എന്നിട്ട് ഇവൾ പറയും, ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് നീ ഒരു ദിവസം അറിയുമെന്നും പറഞ്ഞ് ഹീറോയിൻ ഹോസ്റ്റലിൽ പോകും. ഇതേ സമയം ഗാവോ ആണെങ്കിൽ ഹീറോയെ വഴക്ക് പറയും, ഞാനും കൂടെയാണ് ആ ആപ്പിന് വേണ്ടി വർക്ക് ചെയ്തത്, എന്നിട്ട് എൻ്റെ പെർമിഷൻ ഇല്ലാതെ നീ എന്തിനാ ആ ആപ്പ് അവൾക്ക് കൊടുത്തേന്ന് പറയും. അപ്പോൾ ഹീറോ പറയും, അർജൻറ്റ് ആയതുകൊണ്ടാണ് നിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ആ ആപ്പ് കൊടുത്തേന്ന്. അപ്പോൾ ഇവനും പറയും, ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന്. ഇതേ സമയം ഹീറോയിൻ ഇവളെ അച്ഛനെയും അമ്മയും കോൾ ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവളുടെ അമ്മ ചോദിക്കും, എന്ത് പറ്റി വിഷമത്തിൽ സംസാരിക്കണേന്ന്. അപ്പോൾ ഇവളും എല്ലാം കാര്യം പറയും ഷെങ്ങിനെ പറ്റിയൊക്കെ. ഹീറോയിൻ്റെ ഫാമിലി ആണെങ്കിൽ നല്ല റിച്ച് ആണ്. ഇവളുടെ അമ്മ വന്നിട്ട് എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ കൂടിയാണ്. അങ്ങനെ ഷെങ്ങിനെ വിളിച്ച് ഇവരൊരു മീറ്റിംഗ് വെക്കുകയാണ്. അവിടെ ഷെങ്ങും സോറിയൊക്കെ പറയും ഇവളുടെ മുഖത്ത് വെള്ളം ഒഴിച്ചതിന്. എന്നാൽ ഹീറോയിൻ്റെ അമ്മയും അച്ഛനും ഷെങ്ങിനെ നല്ല പോലെ തന്നെ വഴക്ക് പറയും. അപ്പോൾ ഷെങ്ങിൻ്റെ കമ്പനി ഓണറും എഴുന്നേറ്റ് സോറിയൊക്കെ പറയും. അപ്പോൾ ഷെങ് ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് സോറിയും ചോദിച്ചിട്ട് അവിടെ ഇരുന്ന വെള്ളം ഇവളുടെ തലയിൽ കൂടെ ഒഴിക്കും. എന്നിട്ട് ആ ആപ്പും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. ആപ്പ് തിരിച്ച് കിട്ടിയതറിഞ്ഞ് ഗാവോ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കും, എങ്ങനെ ആപ്പ് തിരിച്ച് കിട്ടിയെന്ന്. അപ്പോൾ ഹീറോ പറയും, ഹീറോയിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നു. എന്നാൽ ഗാവോ അപ്സെറ്റായി അവിടെ നിന്ന് പോകും. കാരണം ഇവൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് ആ ആപ്പ് ആണെങ്കിൽ ഷെങ്ങിൻ്റെ കയ്യിൽ കൊടുത്തത്. ഇപ്പോൾ ഇവൻ്റെ അടുത്ത് ഒന്നും പറയാതെ തന്നെ ആ ആപ്പ് വീണ്ടും തിരിച്ചു വാങ്ങുന്നു. അതുകൊണ്ട് ഇവർ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ച് അപ്സെറ്റ് ആവുകയാണ്. ഈ ഒരു കാര്യം ലീഡർ പെണ്ണ് ഹീറോയിൻ്റെ അടുത്ത് പോയി പറയും. അപ്പോൾ ഹീറോയിനും ഗാവോ അടുത്ത് സോറി ചോദിക്കാമെന്ന് വിചാരിച്ച് നടന്നു വരികയാണ്. അപ്പോഴാണ് ഹീറോയും കാണുന്നത്. ഇതേ സമയം അവിടെ ഷെങ്ങിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സീനിയർ പയ്യൻ വരെയാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് സോറിയൊക്കെ പറയും ഇവളെ ഒറ്റിയതിന്. എന്നിട്ട് ഇവൻ പറയും, ഞാൻ എൻ്റെ ഈ ഒരു ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് ഞാനിപ്പോൾ നാട്ടിൽ പോവുകയാണ്, പ്രോഗ്രാമിങ്ങിന് നിറയെ പൈസ കിട്ടുമെന്ന് അറിഞ്ഞാണ് ഞാൻ ഷെങ്ങിൻ്റെ കമ്പനിയിൽ ജോലിക്ക് നിന്നത്. എന്നാൽ എനിക്ക് പൈസയും കിട്ടിയില്ല, ഒരു സന്തോഷവും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നാട്ടിൽ പോവാണെന്നും പറഞ്ഞ് ഇവനും പോകും. അപ്പോൾ ഹീറോയും ദേഷ്യപ്പെടാതെ അവൻ്റെ അടുത്ത് പറയും, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ നിനക്ക് ചെയ്തു തരാമെന്ന്. അടുത്ത ദിവസം ക്ലബ്ബിൽ ഹീറോയിൻ ക്ലബ്ബ് വർക്ക് ചെയ്യാതെ കോളേജിലുള്ള വർക്കൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വന്നിട്ട് പറയും, നീ ഈ ഒരു വർക്ക് ക്ലബ്ബിൽ വെച്ചാണോ ചെയ്യണേന്ന്. അപ്പോൾ ഹീറോയിനും പറയും, അതിന് ക്ലാസ് വർക്ക് ചെയ്യാൻ നീ ലീവൊന്നും തരൂലല്ലോ, ബാക്കി എല്ലാ സ്റ്റുഡൻസിനും ലീവ് കൊടുക്കും. അപ്പോൾ ഇവൻ ചോദിക്കും, ബാക്കി സ്റ്റുഡൻസിനെ പോലെ നിന്നെ ട്രീറ്റ് ചെയ്യട്ടോ എന്നും പറഞ്ഞ് അടുത്ത് വരും. ഹീറോയിന് വേണ്ടെന്ന് പറഞ്ഞ് അവളുടെ വർക്ക് വീണ്ടും ചെയ്യും. എന്നിട്ട് ഹീറോയിൻ വെള്ളം കുടിക്കാമെന്നും പറഞ്ഞ് കപ്പ് എടുത്തിട്ട് വരും. അപ്പോൾ ഹീറോയിൻ പറയും, അവനും വെള്ളം എടുത്തിട്ട് വരാം. എന്നാൽ ഹീറോയിൻ മനഃപൂർവ്വം തന്നെ അവൻ്റെ ബോട്ടിലിൽ ചൂടുവെള്ളം കൊണ്ടുവയ്ക്കും. ഈ വെള്ളം ഇവനും കുടിക്കും. ഇവൻ്റെ വായി വെന്തില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഹീറോയിൻ്റെ അടുത്ത് വന്ന് പറയും, നീ ഇപ്പോൾ ചെയ്തതിന് എന്ത് പണിഷ്മെൻറ്റ് കൊടുക്കാമെന്ന്. അപ്പോൾ ഹീറോയിനും പറയും, നീ എന്നെ പഠിക്കാൻ വിടാതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് ഇവളും പറയും. അപ്പോൾ ഹീറോ ഒന്നും പറയാതെ ഇവളുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവളും ചോദിക്കും, നീ ഇങ്ങനെ നോക്കാൻ എൻ്റെ മുഖത്ത് എന്തെങ്കിലും സ്റ്റിക്കർ ഇരിക്കണമെന്ന്. അപ്പോൾ ഇവളുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് ഹീറോയിനെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. ഇതേ സമയമാണ് ഹീറോയിൻ്റെ അമ്മ അവിടെ വരുന്നത്. എന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് ഇവളുടെ അമ്മ ചോദിക്കും, നിൻ്റെ കൂടെ ഇരുന്ന പയ്യനായിരുന്നു. അപ്പോൾ ഇവളും പറയും, അതെൻ്റെ ഫ്രണ്ടാണെന്ന്. അപ്പോൾ ഇവളുടെ അമ്മ ചോദിക്കും, വെറും ഫ്രണ്ടാണോന്ന്. അപ്പോൾ ഇവളും കാഷ്വലായിട്ട് പറയും, എൻ്റെ ഫ്രണ്ടാണെന്ന്. എന്നിട്ട് ഇവളുടെ അമ്മയാണെങ്കിൽ ഇവളുടെ അടുത്ത് ഒരു കാര്യം പറയും. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. ഹീറോയിൻ്റെ 17ാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഹീറോ വരെയാണ്. അവൻ ഹീറോയിൻ്റെ അമ്മയെ മീറ്റ് ചെയ്ത് ഇവൻ പറയും, ഞാൻ എൻ്റെ സ്കൂൾ മാർക്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് സ്കൂൾക്കാരെ എനിക്ക് പണിഷ്മെൻറ്റ് തരാൻ പോവുകയാണ്, സോ നിങ്ങൾ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഹീറോയിൻ്റെ അമ്മ പറയും, നീ ചെയ്ത ഒരു വലിയ തെറ്റാണ്, സോ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂലെന്ന്. അങ്ങനെ ഹീറോയും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് കഴിയാണ്. ഈ ഒരു ഡ്രാമ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, ലൈക്കും കമൻറ്റും ചെയ്യുക.